തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ എസ്എഫ്ഐ നേതാക്കളെ പിടികൂടാനാകാതെ പോലീസ്. എസ്എഫ്ഐ പ്രവർത്തകനും ഭിന്നശേഷിക്കാരനുമായ വിദ്യാർത്ഥിയെ യൂണിയൻ മുറിയിലിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. എസ്എഫ്ഐയെ വിമർശിച്ച് എഎസ്എഫും വാർത്താക്കുറിപ്പ് ഇറക്കി. യൂണിവേഴ്സിറ്റി കോളേജിലെ 2ാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയും എസ്എഫ്ഐ പ്രവർത്തകനുമായ യുവാവിനോടായിരുന്നു എസ്എഫ്ഐ നേതാക്കളുടെ തേർവാഴ്ച. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും എസ്എഫ്ഐ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും പോലീസിനും ഭിന്നശേഷി വകുപ്പിനും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ലെന്നാണ് ആക്ഷേപം. സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകി. എസ്എഫ്ഐക്കാരായ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് യൂണിറ്റ് കമ്മിറ്റി ശ്രമിച്ചത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ലെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെന്നുമാണ് വിശദീകരണം. സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കും. എസ്എഫ്ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇടത് വിദ്യാർത്ഥി സംഘടനയായ എഎഎസ്എഫും രംഗത്തെത്തി. പ്രാകൃതവും കിരാതവുമായ ഇത്തരം ആക്രമണങ്ങളിലൂടെ ക്യാമ്പസുകളിൽ ഫാസിസ്റ്റ് ശൈലി പിന്തുടരുന്നവർ കൊടിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങളെ അക്ഷരാർത്ഥത്തിൽ കളങ്കപ്പെടുത്തുകയാണെന്ന് എഎഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പരാതി ഉയർന്നിട്ടും കോളേജ് അധികൃതർ നടപടിയെടുത്തില്ലെന്ന് KSU ആരോപിച്ചു. ഇന്ന് KSUവിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിന് പിന്നാലെ ഇടിമുറിയിലെ അതിക്രമങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് അവിടം ഒഴിപ്പിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.